ഹലോ മക്കളെ, അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ 9ാം ക്ലാസ്സിൻ്റെ 2025 ബയോളജിയുടെ എക്സ്പെക്റ്റഡ് വെയിറ്റേജ് ആണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ വർഷം നിങ്ങളുടെ എല്ലാവരുടെയും ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 2 ചാപ്റ്റേഴ്സോളം നമുക്ക് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിൽ നിന്ന് ചാപ്റ്റേഴ്സ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ചാപ്റ്റേഴ്സിൻ്റെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തായിരിക്കാം വെയിറ്റേജ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് നമ്മൾ കഴിഞ്ഞ 2 വർഷങ്ങളിലുള്ള നമ്മളുടെ പബ്ലിക് എക്സാമിന് വന്നിട്ടുള്ള വെയിറ്റേജ് കൂടെ കമ്പയർ ചെയ്തുകൊണ്ട് ഏകദേശം എക്സ്പെക്റ്റഡ് വെയിറ്റേജ് ആണ് മിസ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇത് 2023 പബ്ലിക് എക്സാമിന് വന്നിട്ടുള്ള വെയിറ്റേജ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ എന്ന് പറയുന്ന ചാപ്റ്ററും അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ലൈഫ് പ്രോസസ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഫോട്ടോസിന്തസിസും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ആൻഡ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് 2023 1 മാർക്കിനുള്ള ഒരു ക്വസ്റ്റൻ ആണ് വന്നിട്ടുള്ളത്. പക്ഷേ 2024 നോക്കുമ്പം ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 2 മാർക്കിന് വെയിറ്റേജ് വന്നിട്ടുണ്ട്. ആൻഡ് ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ലൈഫ് പ്രോസസ്സിലേക്ക് വരുമ്പോഴെന്താണ്, അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കൂടി ഈ മെറ്റബോളിസം പോലത്തെ ടോപ്പിക്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് 1 മാർക്കോ 2 മാർക്കോ ആയിട്ടില്ല, കുറച്ചുകൂടി കൂടും. ഓക്കെ, ഇനി നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുഡ് ത്രൂ ഡൈജസ്റ്റീവ് ട്രാക്ട്, അതായത് നമ്മുടെ ആഹാരം അന്നപഥത്തിലൂടെ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. നമ്മുടെ ഡൈജഷൻ ഡീൽ ചെയ്യുന്ന ചാപ്റ്ററാണ്. ആൻഡ് ഇവിടെ സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻ ടു സെൽസ്, നമ്മുടെ സർക്കുലേഷൻ, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഇത് രണ്ടും കഴിഞ്ഞ 2 വർഷങ്ങളിൽ സെപ്പറേറ്റ് 2 ചാപ്റ്റേഴ്സ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സും കൂടെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 7 മാർക്സാണ് വെയിറ്റേജ് വരുന്നത്. ആൻഡ് നമ്മുടെ 2024 നോക്കുകയാണെങ്കിൽ ഇവിടെ 6 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്, ഈ 2 ചാപ്റ്റേഴ്സും കൂടെ. ഓക്കെ, ഇനി നമ്മളുടെ അടുത്ത 2 ചാപ്റ്റേഴ്സ്, ഇപ്പം നമുക്ക് എന്താണ് ബ്രീത്തിങ് ആൻഡ് എക്സ്ക്രീഷൻ ഒറ്റ ചാപ്റ്ററാണ്. കഴിഞ്ഞ തവണ ബ്രീത്തിങ് ഫോർ എനർജി ആൻഡ് എക്സ്ക്രീഷൻ 2 ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ് ആയിരുന്നു. ആൻഡ് 2023 ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ ഒരു 11 മാർക്കിനുള്ള വെയിറ്റേജ് ആണ് വരുന്നത്. ആൻഡ് 2024 വരുമ്പോൾ അതൊരു 8 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് വരുന്നത്. ഈ തവണ അതിനകത്ത് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തതുകൊണ്ടും നമുക്ക് വെയിറ്റേജിൽ കുറച്ചുകൂടി വ്യത്യാസം വരും. പിന്നെ ബിഹൈൻഡ് ദ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ, ഇത് 2024 18 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ചാപ്റ്ററിന് ഒരു മാറ്റവും വരുത്താതെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. 2023 18 മാർക്ക്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, നമുക്ക് ഉറപ്പിക്കാം. പിന്നെ ഇവിടെ ഡിവിഷൻ ഫോർ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, ഈ ചാപ്റ്റർ നമുക്കിപ്പോൾ ഇല്ല, പകരം റീപ്രൊഡക്ഷൻ്റെ കുറച്ച് കാര്യങ്ങൾ അധികം ആഡ് ചെയ്തിട്ട് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വന്നു. അതുകൂടാതെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കൂടി വന്നു. ആ ചാപ്റ്ററിന് അത്യാവശ്യം 16 മാർക്കാണ് 2023 ആൻഡ് 2024 19 മാർക്കാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളുടെ ചാപ്റ്ററിൻ്റെ കണ്ടന്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 7 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം, ഇപ്പോൾ അത് 6 ചാപ്റ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ എല്ലാറ്റിലേക്കും ആ ഒരു വെയിറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ പോകും. ആൻഡ് നമ്മുടെ 2025 എക്സ്പെക്റ്റഡ് വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ ലൈഫ് പ്രോസസ്സിൽ നമുക്കൊരു 5 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാം. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 2 മാർക്സിനും 1 മാർക്സിനും വന്നിട്ടുള്ളൂ. ഇപ്പോൾ കുറച്ചുകൂടി ടോപ്പിക്സ് ആഡ് ചെയ്തുകൊണ്ട് ഒരു 5 മാർക്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്, കഴിഞ്ഞ വർഷങ്ങളിൽ 23-ലും 24-ലും 5 മാർക്കിനും 6 മാർക്കിനൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കൊരു ആവറേജ് 7 മാർക്സ് പിടിക്കാം. ഓക്കെ, ദെൻ നമ്മുടെ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷനിലേക്ക് വരുമ്പോൾ കമ്പയർഡ് ടു ദിസ് ചാപ്റ്റർ കുറച്ചുകൂടി വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 10 മാർക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ദെൻ ബിഹൈൻഡ് ദ മൂവ്മെൻറ്റ്സ് കഴിഞ്ഞ 2 വർഷങ്ങളിലും 18 മാർക്കിന് വെയിറ്റേജ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ചിലപ്പോൾ അതിൽ വെയിറ്റേജിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആയതുകൊണ്ടായിരിക്കാം അതിനകത്ത് പുതിയതായിട്ട് ആഡ് ചെയ്യാത്തതും റിമൂവ് ചെയ്യാത്തതും. ഓക്കെ, അപ്പം നല്ല വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്റർ തന്നെ ആയിരിക്കും. പിന്നെ ഈ 2 ചാപ്റ്റേഴ്സ് നമുക്ക് പുതിയതായിട്ട് ആഡ് ചെയ്തതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ മിസ് ഇതിന് ഈക്വൽ ആയിട്ട് വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 7 മാർക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ചാപ്റ്ററിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ ഈ ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതിൽ ബിഹൈൻഡ് ദ മൂവ്മെൻറ്റ്സ് ആണ് നമുക്ക് ഇപ്പോൾ ഉള്ളതിൽ ഈ കഴിഞ്ഞ 2 വർഷങ്ങളെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന സാധനം. ബാക്കിയുള്ളതിനെല്ലാം ഇതിൽ നമുക്ക് കമ്പാരിറ്റീവ്ലി നല്ല വെയിറ്റേജ് ഉണ്ട് ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിനും. അപ്പോൾ ഈ ഒരു രീതിയിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ ബയോളജി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക. ആൻഡ് ഇന്ന് വൈകിട്ടുള്ള നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ലൈവ് ഒരു കാരണവശാലും മിസ് ചെയ്യാതിരിക്കുക. അത് മാത്രമല്ല നാളെ രാവിലെ നമുക്ക് മോർണിംഗ് ബൂസ്റ്റർ ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ അടിപൊളിയായിട്ട് നമ്മുടെ ബയോളജി എക്സാം എഴുതും. ഓൾ ദി വെരി ബെസ്റ്റ്.